നമസ്കാരം. ഇൻസിറ്റിവിയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് പ്രവർത്തകർ രാജീവ് ഗാന്ധി അനുസ്മരണം നടത്തി. മറ്റത്തൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ദേവസി തൊണ്ടുങ്ങൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പ്രിൻസ്, രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘടനാ ജില്ലാ സെക്രട്ടറി ബെന്നി തൊണ്ടുങ്ങൽ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷാലിനി ജോയ്, ബ്ലോക്ക് സെക്രട്ടറിമാരായ നൌഷാദ് കല്ലുപറമ്പിൽ, സുജീഷ് കോരുശ്ശേരി, ജേക്കബ് തേക്കാനത്ത്, KSU ജില്ലാ സെക്രട്ടറി പ്രണവ് പ്രിൻസ്, ബൂത്ത് മണ്ഡലം ഭാരവാഹികളായ ജെയ്നി സിജോ, തങ്കമണി, സജി കുമാർ പൈങ്കയിൽ, ജോസഫ് വെള്ളിക്കുളങ്ങര, തോമസ്, ജേക്കബ് ചിറങ്ങാടൻ, ബെന്നി താഴേക്കാടൻ, ഗോകുലൻ, ഉണ്ണികൃഷ്ണൻ പുല്ലരിക്കൽ, സജി ചാക്കോ തുടങ്ങിയവർ ചേർന്ന് നിലവിളക്കു തെളിയിച്ച് പുഷ്പാർപ്പണം നടത്തി. അളഗപ്പ് നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. പുഷ്പാർച്ചനയും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അലക്സ് ചുക്കിരി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ആൻഡസ് കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു. MP വർഗീസ്, അളഗപ്പ് നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭഗവതി ചന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ K രാജേശ്വരി, സനൽ മന്നളി, TT ബെന്നി മാസ്റ്റർ, സിജോ പുന്നക്കര, ഹരിദാസൻ ഓസ്റ്റിൻ, O വിജയൻ, ചന്ദ്രൻ പുതിയോത്ത, റോസ്മേരി, ഹരൺ ബേബി, അൻസരോ, ജെയിൻ കുവക്കാൻ, MP വർഗീസ്, സന്തോഷ് പാറക്കാടൻ എന്നിവർ പങ്കെടുത്തു. പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനും വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ CPI തൃക്കൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കപ്പറമ്പിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി PM നിക്സൺ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി അംഗം VK സുലൈമാൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി ഡെനീസ് പുളിക്കൻ, BKMU പഞ്ചായത്ത് സെക്രട്ടറി KL ജോർജ്, TK രാജൻ, രമണിചന്ദ്രൻ, റനീഷ് എന്നിവർ നേതൃത്വം നൽകി. ഇതാണ് അന്തർധാര, BJP കോൺഗ്രസ് അന്തർധാര. ഇതിനെതിരായും കൂടിയുള്ള ജാഗ്രത നാട്ടിലെ ബഹുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരം ചെറുതും വലുതുമായ നിരന്തരമായ പ്രക്ഷോഭങ്ങളിലൂടെ കേരളത്തിലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPI, ഇടതുപക്ഷം, പുരോഗമന പ്രസ്ഥാനങ്ങൾ വരും നാളുകളിൽ അതിശക്തമായ പ്രക്ഷോഭധാരയിലേക്ക് നാട്ടിലെ ബഹുജനങ്ങളെ നയിക്കാൻ ഇറങ്ങി വരും. അത്തരം പ്രക്ഷോഭങ്ങളിൽ ഈ നാട്ടിലെ ബഹുജനങ്ങൾ അപൂർവ ഇനം പക്ഷിയായ മീൻകൊത്തിച്ചിന്നനെ കടമ്പോട് പ്രദേശത്ത് കണ്ടെത്തി. തണ്ണീർത്തടങ്ങളുള്ള വനപ്രദേശത്ത് മാത്രം കണ്ടുവരുന്ന 3 വിരലൻ പൊന്മാനെ മറ്റത്തൂർ പഞ്ചായത്തിലെ കടമ്പോട് പ്രദേശത്ത് കണ്ടെത്തി. കടമ്പോട് പള്ളായി വീട്ടിൽ PS ബാബുവിന്റെ വീട്ടുമുറ്റത്താണ് മീൻകൊത്തിച്ചിന്നൻ അഥവാ ഓറിയന്റൽ ഡോർഫ് കിങ്ഫിഷർ എന്ന കുഞ്ഞു പക്ഷിയെ കണ്ടത്. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിനടിയിൽ അവശനിലയിൽ കിടക്കുകയായിരുന്നു ഈ കിളി. ബൈറ്റ് PS ബാബു. പറക്കാൻ പ്രയാസപ്പെടുന്നതായി കണ്ടപ്പോൾ ബാബു കിളിക്ക് വെള്ളം കൊടുത്തു. വെള്ളം കുടിച്ചതോടെ ആരോഗ്യനില തെല്ലു മെച്ചപ്പെട്ട 3 വിരലൻ പൊന്മാൻ സമീപത്തെ മരച്ചില്ലയിലേക്ക് പറന്നുകയറിയെങ്കിലും തുടർന്ന് പറക്കാൻ കഴിയാതിരുന്നതിനാൽ മരച്ചില്ലയിൽ തന്നെ ഇരിപ്പായി. ഒരു കണ്ണിന് പരിക്കേറ്റ നിലയിലാണ് കിളി. പറന്നു പോകാൻ കഴിയാത്തത് കണ്ണിലെ പരിക്കു മൂലമാണെന്നാണ് കരുതുന്നത്. പറക്കാൻ പ്രാപ്തനാകും വരെ കിളിയെ സംരക്ഷിക്കാനുള്ള തീരുമാനത്തിലാണ് ബാബുവും കുടുംബവും. ദിവസങ്ങളോളം കാട്ടിലലഞ്ഞാലും ഈ നീർപക്ഷിയെ എളുപ്പത്തിൽ കണ്ടുകിട്ടാറില്ലെന്ന് പക്ഷി നിരീക്ഷകർ പറയുന്നു. ജനവാസ മേഖലയിൽ വളരെ അപൂർവമായി മാത്രം കാണാറുള്ള പക്ഷിയാണ് ഇതെന്നും തട്ടേക്കാടടക്കം വളരെ കുറച്ചു പ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഈ ഇനം കുഞ്ഞൻ പക്ഷി കടമ്പോട് പ്രദേശത്തെത്തിയത് കൗതുകമുളവാക്കുന്നുവെന്നും അറിയപ്പെടുന്ന പക്ഷി നിരീക്ഷകനായ അശോകൻ മാഷ് പറയുന്നു. ബൈറ്റ് 2 അശോകൻ മാഷ്, പക്ഷി നിരീക്ഷകൻ. ഒരു ഭാഗിക കുടിയേറ്റ പക്ഷിയായ മീൻകൊത്തിച്ചിന്നൽ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പൊന്മാനായാണ് അറിയപ്പെടുന്നത്. ഏറെ വർണ്ണപ്പകിട്ടുള്ള പക്ഷി കൂടിയാണിത്. ചുവന്ന ചുണ്ട്, മഞ്ഞ കലർന്ന ഓറഞ്ച് നിറമുള്ള അടിഭാഗം, ഇളം ചുവപ്പ് കലർന്ന തലയും കഴുത്തും, നീലയും കറുപ്പും കലർന്ന പുറംഭാഗം എന്നിവയാണ് കുഞ്ഞൻ പക്ഷിക്കുള്ളത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും തെക്കുകിഴക്കൻ ഏഷ്യൻ ഭൂപ്രദേശങ്ങളിലുമാണ് ഇവയെ സാധാരണയായി കാണപ്പെടുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിലെ വനങ്ങളിൽ സാധാരണയായി അരുവികൾക്കോ കുളങ്ങൾക്കോ സമീപമാണ് ഇവ ജീവിക്കുന്നത്. വണ്ടിയുടെ അടിയിലേക്കാണ് ഒരു ചെറിയ എന്തോ ഇരിക്കുന്ന പോലെയാണ് തോന്നിയത്. അത് അപ്പോൾ എന്താണെന്ന് അറിയാനായിട്ടുള്ളൊരു ആകാംക്ഷയോട് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഒരു ചെറിയൊരു കിളി. നമ്മൾ വിചാരിച്ചത് പപ്പുന്ന പോലെ ഒന്നും മുളയ്ക്കാത്തൊരു കിളിയാണെന്ന് കരുതിയത്. അത് കഴിഞ്ഞ് അടുത്തെത്തിയപ്പോഴാണ് അത് പറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നോക്കി, അപ്പോൾ പിന്നെ തീരെ വയ്യാത്ത പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് അതിന് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നോക്കി കഴിഞ്ഞ് നമ്മളത് പറന്നു പോയി കഴിഞ്ഞിട്ട് പിന്നെ കയ്യാലൊളിപ്പിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും അത് വീണ്ടും തളർന്നു വീണു. കണ്ട അപൂർവ പക്ഷി മീൻകൊത്തിച്ചിന്നൻ
അല്ലെങ്കിൽ ഓറിയന്റൽ ഡാർഫ് കിങ്ഫിഷർ എന്ന് പറയുന്ന പൊന്മാൻ ഇനമാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ പൊന്മാനുകളിലൊന്നും ഏറ്റവും കളർഫുള്ളായിട്ടുള്ള ഒരു പൊന്മാനം കൂടിയാണിത്. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,660 രൂപയും പവന് 1,17,280 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.